ഞാനൊരു സിനിമ കാഴ്ചക്കാരൻ, പ്രേക്ഷകൻ മാത്രമായിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഈ സൗണ്ട് സൈഡിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് പ്രിയൻ സാറിൻ്റെ സിനിമകളിലാണ്. പ്രിയൻ സാറിൻ്റെ സിനിമകളിലാണ് ആദ്യമായിട്ട് ഡയറക്ടർ ഓഫ് ഓഡിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ദീപൻ ചാറ്റർജി എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പ്രിയൻ സാറിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണിത്. 4 ഫ്രെയിംസ് എന്ന അദ്ദേഹത്തിൻ്റെ മദ്രാസിലെ സ്റ്റുഡിയോ ആണ്. ഈ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അമരക്കാരൻ മലയാള സിനിമയിലെ യുവ ശബ്ദലേഖകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായ ശ്രീ രാജാകൃഷ്ണനാണ്. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ശ്രീ MG രാധാകൃഷ്ണൻ്റെ മകനാണ് രാജ്കൃഷ്ണൻ. രാജ്കൃഷ്ണനോട് നമുക്ക് ശബ്ദലേഖനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു സംഗീത സംവിധായകൻ്റെ മകൻ, അച്ഛൻ വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ, എന്തുകൊണ്ട് സംഗീതം തിരഞ്ഞെടുത്തില്ല? എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം എപ്പോഴും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി ഒരു സൗണ്ട് എഞ്ചിനീയർ ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോപ്പറായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു നല്ലൊരു പാട്ട് വെളിയിൽ ഇറക്കാൻ ഒരു മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് പറ്റും. ഒരു നല്ലൊരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ ബാക്കപ്പ് ഈ ഒരു സംഗീത ഇതിനും ആവശ്യമാണ്. അത് മാത്രമല്ല, സംഗീതം പൂർണ്ണമായും തിരഞ്ഞെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഒരു പടം സംഗീതം ചെയ്തു. അതൊരു പുതിയ ന്യൂസാണ്. വിൻ്റർ എന്ന് പറയുന്ന ജയറാമിൻ്റെ ചിത്രം ഇപ്പോൾ ഇറങ്ങി. അതിൻ്റെ സംഗീതം ഞാനായിരുന്നു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും സംഗീതം. ചെറിയച്ഛൻ MG ശ്രീകുമാർ ഗായകൻ, MG രാധാകൃഷ്ണൻ പിതാവ് ഗായകൻ, സംഗീത സംവിധായകൻ. ശരിക്കും ചെറിയമ്മ എന്താ പറയുക, മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ആ വീട്ടിലുണ്ടായിരുന്ന ഇവരെല്ലാവരും പാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ആ പാട്ടിനോടുള്ള പഠിക്കണം എന്നുള്ളൊരു എന്താ പറയണ്ടേ താല്പര്യം എന്നെക്കാളും എൻ്റെ അപ്പച്ചിക്കായിരുന്നു. അപ്പച്ചിക്ക് ഓമനക്കുട്ടി അപ്പച്ചി ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടൊരു 4-5 ബാച്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കേണ്ട, എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 5 ബാച്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാനതിൽ പോയി റെഗുലറായിട്ട് പോയി ഇരിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നല്ലമ്മ എന്നെ വിളിക്കുമ്പോഴത്തേക്ക്, ഞാൻ നല്ലമ്മയെന്ന് വിളിക്കുന്നത്, നല്ലമ്മ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടുകയാണ് പതിവ്. ക്യാമറ പഠിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി സന്തോഷിവൻ പുള്ളിയെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പൂനെയിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രിയദർശൻ പുള്ളിയുടെ സ്റ്റുഡിയോ പണിയുന്നു എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. അങ്ങനെ വെറും 6 മാസത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നതാണ്. ഇപ്പോൾ 10 വർഷം തികയുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈനൽ മിക്സിങ് ഒരു സിനിമയുടെ കുക്കുമായിട്ട് വേണേൽ കമ്പയർ ചെയ്യാം. പല ഐറ്റംസ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ഇപ്പം മുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റത്തില്ല. ഇപ്പോൾ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാനെങ്കിൽ നല്ലൊരു കുക്ക് വേണം. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ടോപ്പിൽ കാണുന്നില്ല കേട്ടോ, അത് ഒരു ഫിലിം ട്രാക്കാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന പടത്തിൻ്റെ പിക്ചറിൻ്റെ ട്രാക്കാണ്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് അതിൻ്റെ ക്യൂ ട്രാക്കാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ വേവ്സ് എല്ലാം അതിൻ്റെ ക്യൂ ട്രാക്കാണ്. നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു ആ ഫ്രെയിമിലുള്ള പിക്ചർ ഇവിടെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഈ കാണുന്ന ട്രാക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഡയലോഗ് ട്രാക്സാണ്. ഈ കാണുന്നതെല്ലാം ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ കാണുന്ന ബിറ്റ്സ് ആൻഡ് പീസസ്, ഈ ചെതറിക്കിടക്കുന്ന കുറേ കഷ്ണങ്ങൾ ശരിക്കും പറഞ്ഞാൽ സംഗീതമാണ്. ഞാൻ ആദ്യം ഇത് സോളോ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഒരു ഋതമാണ് കേൾക്കുന്നത്. ഓരോ ട്രാക്കായിട്ട് കേൾപ്പിക്കുക. ഇത് വെള്ളത്തിൻ്റെ ശബ്ദം. ഈ ശബ്ദങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പം നിങ്ങൾ എവിടേക്കാ? പഠിച്ചോ, വയ്യാത്തോടത്ത് വരണ്ടെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാ വെളുക്കണ്ട, സൂക്ഷിച്ച്. ഈ 11 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഞാനിവിടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫോർമാറ്റിലെ ഡബ്ബിങ്ങും
ഇവിടെ മിക്സിംഗ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ റെക്കോർഡിങ് തന്നെയായിരുന്നു, ഫിലിം ഫോമാറ്റിലായിരുന്നു കംപ്ലീറ്റ്. അപ്പം ഞാൻ വന്നൊരു ശരിക്കും ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പതുക്കെ വീഡിയോ ഫോമാറ്റ്സ് കയറാൻ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര സൗകര്യമായി. പണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ അക്യുറേറ്റ് ആയിട്ട് നമ്മൾ പടത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ഫോമാറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ പോയി എന്നുള്ളതാണ് എൻ്റെ സത്യം. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് എത്ര സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും? 100 സിനിമകൾ അടുപ്പിച്ച്, 100 സിനിമകൾ, എല്ലാ ഭാഷകളും. അതിൽ പ്രിയൻ സാറിൻ്റെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ല, കൂടുതലും മലയാള സിനിമ ജോലി. അല്ല, എന്താണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അതെ ഇത്തരം ശബ്ദങ്ങളെ കൃത്യമായി തിരിച്ചറിയാനുള്ള അതിൻ്റെ സൗണ്ടിങ്. ഇപ്പോൾ കാക്ക കരയുന്ന ശബ്ദം എല്ലാവർക്കും കാക്ക കരയുന്ന പോലെ ആണെങ്കിലും അതിന് നല്ലൊരു കാക്കയുടെ കരച്ചിൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെയിൻ പോകുന്നതിന് ഒരു ശബ്ദമേ ഉള്ളൂ, പക്ഷേ ആ സീനിന് മൂഡിന് വേണ്ടി ചിലപ്പോൾ ആ ട്രെയിനിന് വേറെ കുറച്ചുകൂടി ഒരു ക്യാരക്ടർ വേണം എന്ന് സംവിധാനം ആലോചിക്കുന്നു. അപ്പം അത് പോകുന്നതിൻ്റെ ആ ശബ്ദത്തിന് കുറേ കൂടി ഒരു ബോൾഡ്നെസ് വേണം. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കാം. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സൗണ്ടിലേക്ക് എത്തപ്പെടാനായിട്ട് രാജേഷിനൊരു കഴിവുണ്ട്. ഈ ഡോൾബിക്കും DTSനും സ്റ്റീരിയോഫോണിക് സൗണ്ടിനും 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക് സൗണ്ടിനും ഒക്കെ മുൻപ് ഉണ്ടായിരുന്നത് മോണോ സൗണ്ട് എന്ന് പറയുന്ന സൗണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇതൊന്നും അല്ലാത്ത വല്ലതും ഉണ്ടോ? എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഈ മോണോ എന്ന് പറയുന്നത് ശരിക്കും പ്രിൻറ്റിൽ ഒപ്റ്റിക്കൽ ട്രാക്കാണ്. അത് ഒരു ലൈറ്റ് എനർജിയെ സൗണ്ട് എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരിക്കും ഫോട്ടോ എടുക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ്. സൗണ്ട് നെഗറ്റീവിലേക്ക് അതിനെ എക്സ്പോസ് ചെയ്യാണ്. ശരിക്കും അതാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു പണ്ട്. അപ്പോൾ അതിൽ എല്ലാ സൗണ്ടുകളും ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഒറ്റ ട്രാക്കായിട്ട് പോകുന്നു. അതാണ് മോണോ. അപ്പോൾ ഈ DTS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ പേര്, ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ഡോൾബി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്. ഡോൾബി ശരിക്കും ഇത് കണ്ടുപിടിച്ച 5.1 ശരിക്കും അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഡോൾബി. എപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേരിൽ തന്നെയാണ് പുള്ളിയുടെ കമ്പനി റൺ ചെയ്യുന്നത്. ഇപ്പോഴും ഇവർക്ക് ഈ 2 കമ്പനിക്ക് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് റോയൽറ്റിയെ കൊടുക്കുകയൊക്കെ ഉണ്ട്. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ശബ്ദത്തിന് 5.1 ആയിട്ട്, അതായത് 5.1 എന്ന് പറയുന്നത് നമുക്ക് ഡിവിഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഒരു തിയേറ്റർ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിന് ലെഫ്റ്റ് കോർണറുണ്ട്, സെൻറ്ററുണ്ട്, റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് സറൗണ്ട് ഉണ്ട്, റൈറ്റ് സറൗണ്ട് ഉണ്ട്. ഇത്രയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ആയി. അതുകൂടാതെ ഇതിനെല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സബ് വൂഫറുണ്ട്. അതുകൊണ്ടാണ് ഈ 5.1. ഈ സബ് വൂഫറിന് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല വെക്കാൻ വേണ്ടിയിട്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ റൂമിൻ്റെ ഇതനുസരിച്ച് ത്രോ അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം അതാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശബ്ദത്തിന് ഇപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും 5.1-ൻ്റെ അകത്ത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവീസ് മുഴുവൻ DTS ആണ് ചെയ്യുന്നത്. കാരണം ശബ്ദം കൂടുതൽ വേണം. അത് മാത്രമല്ല തിയേറ്റേഴ്സ് എല്ലാം എക്യുപ്ഡ് വിത്ത് DTS ആണ്. നോർത്ത് ഇന്ത്യൻ അതായത് ഇംഗ്ലീഷ് പടങ്ങളും മറ്റേ ഹിന്ദി പടങ്ങളും എല്ലാം ഇതാണ് ഡോൾബിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമുണ്ട്. DTSൽ ഡിസ്കിലാണ് വരുന്നത് സൗണ്ട് മുഴുവൻ. അതിൻ്റെ ഒരു ടൈം കോഡ് മാത്രം റെഫറൻസ് ആയിട്ട് പ്രിൻറ്റിലുണ്ടാവും. ഡോൾബി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ സൗണ്ട് എവറിത്തിങ് ഈസ് ഇൻ ദ പ്രിൻറ്റിൽ തന്നെയാണ്. ഇത് കൂടാതെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ആ ഫോമാറ്റ് യൂസ് ചെയ്യുന്നത് വേറൊരെണ്ണം കൂടെ ഉണ്ട്, SDDS എന്ന് പറഞ്ഞിട്ട്, സോണിക് ഡൈനാമിക് ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോർമാറ്റ്സ് ആണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാമിലിയെക്കുറിച്ച് എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് മഞ്ജു എന്നാണ്, മോളുടെ പേര് ഗൗരി പാർവതി. അപ്പോൾ അവൾ ഇപ്പം 4 വയസ്സായി. ഇപ്പം LKG പാടുമോ? അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിവുണ്ടെങ്കിൽ തനിയെ വന്നോളൂ, നമ്മളൊന്നും കുത്തി പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പലപ്പോഴും അച്ഛൻ പറയാറ്. ഡിജിറ്റൽ റെക്കോർഡിംഗ് ശ്രവണ ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഹോം തിയേറ്ററും സറൗണ്ട് സൗണ്ടുമായി പരിചയിച്ച പുതിയ തലമുറയ്ക്ക് മുന്നിൽ പഴയ മോണോ റെക്കോർഡിങ്ങുമായി പിടിച്ചു നിൽക്കാനാവില്ല. നമ്മുടെ സിനിമയിലും ഏറ്റവും പുതിയ സൗണ്ട് റെക്കോർഡിംഗ് മെത്തേഡുകൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്.